ഹായ് ദൃശ്യം 3 മിക്സഡ് റെസ്പോൺസ് വെച്ച് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ 30-ാം ദിവസത്തെ പോസ്റ്റർ പുറത്തു വന്നു. അതിൽ കൊടുത്തിരിക്കുന്നത് ബിസിനസ്സും കളക്ഷനും ചേർത്ത് സിനിമയ്ക്ക് 330 കോടി വന്നു എന്നുള്ളതാണ്. ഇത് പല ആൾക്കാരെയും അസ്വസ്ഥരാക്കി. കരച്ചിലുകൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങി. ഇന്നലെ ഞാൻ ഒരു കരച്ചിലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ നിലവിളി ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചു. അതായത് സിനിമാ കാഴ്ചക്കാരൻ നവാസിന്റെ ആ നിലവിളി ശബ്ദം. അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരുപാട് ആൾക്കാരുടെ കരച്ചിൽ നമ്മൾ കേൾക്കാൻ തുടങ്ങി. എന്താണ് അവരുടെ പ്രശ്നം? ദൃശ്യം 3 330 കോടി നേടി എന്നുള്ളത് അവർക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അത് തള്ളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. അതായത് 330 കോടി എങ്ങനെ കിട്ടി എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. ആകെ 238 കോടിയെ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളത് തള്ളാണ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവർ താഴെ വായിച്ചു നോക്കിയിട്ടില്ല. ഇത് കളക്ഷൻ പ്ലസ് ബിസിനസ് ആണ് എന്നുള്ളത് ഇവർ വായിച്ചു നോക്കിയിട്ടില്ല. ഇനി ഇത് വായിച്ചു നോക്കിയവർ പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല, ബിസിനസ്സും കളക്ഷനും ചേർത്ത് എന്ന് പറയാൻ പാടില്ല, ഇവർക്ക് 240 കോടി എന്നാക്കിക്കൂടെ, കളക്ഷൻ മാത്രമേ പറയാൻ പറ്റൂ എന്നൊക്കെയാണ് ഒരു കൂട്ടർ പറയുന്നത്. അതായത് ഈ കരച്ചിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മോഹൻലാലിന്റെ സിനിമ ടോപ്പിൽ നിൽക്കുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ മേഖലയിലും മോഹൻലാലിന്റെ ഒരു റെക്കോർഡാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകയെ കൂടി തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവറ്റങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും കളക്ഷനിൽ ലോകയെ തീർത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആശീർവാദ് സിനിമാസ് പറഞ്ഞിരിക്കുന്നത് ദൃശ്യം 3യുടെ ബിസിനസ്സും കളക്ഷനും എന്നുള്ളതാണ്. ഇവർ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്ന്. മുൻപ് കണ്ണൂർ സ്കോട്ടിന് അങ്ങനെ പറഞ്ഞപ്പോൾ, ഭീഷ്മപർവത്തിന് അങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് ബിസിനസ്സും കളക്ഷനും ചേർത്ത് ഇത്ര കോടി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മിണ്ടാട്ടമില്ല. ദൃശ്യം 3ക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഇവര് അങ്ങ് വീഡിയോസ് ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. എമ്പുരാന്റെ കേസിലും ഇത് നമ്മൾ കണ്ടു. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട്. ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പുള്ളി എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചു. അതായത് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. മോഹൻലാലിന്റെ സിനിമകൾ തള്ളാണ് എന്ന് പറഞ്ഞ് പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ തിരിച്ച് കുറെ കാര്യങ്ങൾ പുള്ളിയോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ തർക്കം വലുതാവുന്നു. അവസാന നിമിഷം ഞാൻ പറഞ്ഞു, 35 കോടി പോലും കളക്ഷൻ കിട്ടാത്ത മാമാങ്കം എന്ന സിനിമയുടെ 135 കോടി പോസ്റ്റർ നീ കണ്ടില്ലേ? കേക്കും മുറിച്ചില്ലേ? മമ്മൂക്ക ഉൾപ്പെടെ വന്ന് കേക്ക് മുറിച്ചില്ലേ? ഇതിലും വലിയ തള്ള് ആരാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അതോടുകൂടി പുള്ളിയുടെ മട്ടുമാറി, ഭാവം മാറി. എന്നെ പച്ച തെറിയായിരുന്നു, പോടാ തെണ്ടി പട്ടി നാറി, പിന്നെ വേറെ കുറെ തെറിയും വിളിച്ചിട്ട് പുള്ളി അങ്ങ് പോയതാണ്. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു നീ എവിടെയാണ്, റിപ്ലൈ താടേ എന്ന് പറഞ്ഞപ്പോൾ പോടാ പട്ടി എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേന്നെ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ തള്ള് അത് മാമാങ്കത്തിലൂടെ ഇവർ നടത്തിയതാണ്. 35 കോടി പോലും നേടാത്ത സിനിമയെ 135 കോടി ആക്കി മാറ്റുകയും കേക്കും മുറിച്ചു. എന്നിട്ട് ബാക്കിയുള്ളവർ തള്ളാണ് എന്നാണ് ഇവന്മാര് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോ എന്നെ പച്ച തെറിയും വിളിച്ചു പോയതാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഇവരുടെ പ്രശ്നം? 2024 അവസാനിക്കുന്നത് വരെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിരുന്ന ആൾക്കാരാണ്. ആ സമയത്ത് മോഹൻലാലിന്റെ സിനിമകൾ തിയേറ്ററുകളിൽ വീഴുന്ന സമയം, മമ്മൂക്കയുടെ സിനിമകൾ തിയേറ്ററുകളിൽ വിജയിക്കുന്ന സമയം. അപ്പോൾ ഇവർ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട്, മമ്മൂക്കയെ പറഞ്ഞുകൊണ്ട്. തീർച്ചയായും ആ സമയത്ത് ചില മോഹൻലാൽ ഫാൻസ് മാത്രമാണ് മോശമായി പ്രതികരിച്ചത്. ബാക്കി ആരും തന്നെ മിണ്ടിയില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, ആ സമയത്ത് മമ്മൂക്ക വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു, മോഹൻലാലിന്റെ സിനിമകൾ താഴേക്ക് വീഴുന്നു എന്നുള്ളത്. അത് സത്യമായതുകൊണ്ട് നമ്മൾ എന്റെ വീഡിയോയിലൂടെ ഞാൻ മമ്മൂക്കയുടെ സിനിമകൾ വിജയിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. 2025 മോഹൻലാലിന്റെ സിനിമകൾ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു. അതായത് മിക്സഡ് റെസ്പോൺസ് വന്ന സിനിമകൾ വരെ 250 കോടിക്ക് മുകളിൽ നേടിയെടുക്കുന്നു. അവസാനം ഇറങ്ങിയ 4 സിനിമകളിൽ, അതായത് നായകനായ 4 സിനിമകളിൽ 3ഉം 200 കോടിക്ക് മുകളിലാണ് കളക്ഷൻ. 2024 അവസാനം വരെ ഗംഭീരമായി വീഡിയോസ് ചെയ്ത ഇവരാരും പിന്നീട് അധികം വീഡിയോസ് ഒന്നും ഇടുന്നില്ലെന്നേ. എന്താണ് കാരണം? മോഹൻലാലിന്റെ മിക്സഡ് വന്നാൽ 200 കോടിക്ക് മുകളിൽ, മമ്മൂട്ടിയുടെ പോസിറ്റീവ് വന്നാൽ 80 കോടിക്ക് താഴെ. പിന്നെ എങ്ങനെ മിണ്ടും? ഒരക്ഷരം പറയാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് 330 കോടിയുടെ പോസ്റ്റർ. സംഗതി സത്യമാണെങ്കിലും ഇവർക്കത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കും. ആ കരച്ചിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, കളക്ഷൻ മാത്രമേ പറയാൻ പാടൂ, പോസ്റ്ററിൽ ബിസിനസ് പ്ലസ് കളക്ഷൻ എന്ന് പറയാൻ പാടില്ല എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ഒരു വലിയൊരു യൂട്യൂബറാണ്. ആ പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോയുടെ തമ്പുനയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ പറയുന്ന കാര്യവും തമ്പുനയിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ പറ്റിക്കുന്ന ഈ പുള്ളിയാണ് പറയുന്നത് ബിസിനസ് പ്ലസ് കളക്ഷൻ ഇടാൻ പാടില്ല, അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന്. മണ്ടനാണോ ഇയാൾ? അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബിസിനസ് പ്ലസ് കളക്ഷൻ എന്ന്, അല്ലാതെ കളക്ഷൻ മാത്രം 330 കോടി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവറ്റങ്ങളുടെ കരച്ചൽ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് മമ്മൂക്കയോട് പറയാനുള്ളത്, മമ്മൂക്ക എങ്ങനെയെങ്കിലും അടുത്ത് തന്നെ ഒരു 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കണം. എന്തായാലും ഈ വർഷം നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അടുത്ത വർഷത്തിലെങ്കിലും
ഒരു 100 കോടി എന്ന നേട്ടം നിങ്ങളുടെ ഈ മണ്ടൻ ഫാൻസിന്റെ ഈ കരച്ചിൽ നിർത്താനെങ്കിലും ഒരു 100 കോടി നേടണം. മമ്മൂക്ക 100 കോടി നേടാത്തത് കൊണ്ട് ബാക്കി എല്ലാ സിനിമകളുടെയും കളക്ഷൻ തള്ളാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ കരച്ചൽ തീർക്കാനെങ്കിലും ഒരു സിനിമയ്ക്കെങ്കിലും ഒരു 100 കോടി എന്ന നേട്ടം ഉണ്ടാക്കി കൊടുക്കും മമ്മൂക്ക. അവരുടെ കരച്ചിൽ മാറട്ടെ, വേറെ വഴിയില്ല. ആ 100 കോടി കിട്ടിയാൽ മാത്രമേ ഈ കരച്ചിൽ മാറൂ. എന്തായാലും കരയുന്നവർ കരഞ്ഞുകൊണ്ടേയിരിക്കും മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി കിട്ടുന്നത് വരെ. എന്തായാലും കാത്തിരിക്കാം മമ്മൂക്കയുടെ ആ 100 കോടിക്കായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.